ഹായ് മക്കളെ, വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. അപ്പൊ നമ്മുടെ ഓണപരീക്ഷ നടക്കുകയാണല്ലേ, നമുക്ക് നമ്മുടെ ഫിസിക്സ് ഒന്ന് റിവിഷൻ ചെയ്താലോ? നിങ്ങൾ തെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും വേഗം ബുക്കൊക്കെ എടുത്തു വെച്ചോ, നമുക്കൊന്ന് റിവിഷൻ ചെയ്തേക്കാം അല്ലേ? നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് ഓണപരീക്ഷയ്ക്ക്? നമുക്ക് 8ാം ക്ലാസ്സിലെ ഫിസിക്സിൽ 3 ചാപ്റ്റേഴ്സ് അല്ലേ, അതായത് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പകുതിയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ 2.5 ചാപ്റ്റർ നമുക്ക് പഠിക്കണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒന്ന് റിവിഷൻ ചെയ്താലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബുക്കൊക്കെ എടുത്തു വെച്ചോ. ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്. നമ്മൾ എന്താണ് മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സിൽ പഠിച്ചത്? കുറെ അളവുകളും കുറെ യൂണിറ്റുകളും പഠിച്ചു അല്ലെ? എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച അടിസ്ഥാന അളവുകൾ? ഏതൊക്കെയായിരുന്നു? ലെങ്ത്, മാസ്, ടൈം ആയിരുന്നു നമ്മൾ പഠിച്ച അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് അല്ലെ? ലെങ്ത്, മാസ്, ടൈം. ദെൻ അതല്ലാണ്ട് നമ്മൾ അതിന്റെ തുടക്കത്തിൽ തന്നെ പഠിച്ചു, നമ്മൾ പണ്ട് കാലങ്ങളിൽ ലെങ്ത്തും മാസിനും ടൈമിനും ഒക്കെ പകരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ലെങ്ത്തിന് പകരം നമ്മൾ കോല്, വാര, മുഴം, പിന്നെ അതേപോലെ അങ്കുലം, മൈല്, ഫർലോങ് എന്നൊക്കെയായിരുന്നു നമ്മൾ ലെങ്ത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, ഇവരെയൊക്കെ മിക്സ് ചെയ്ത് തന്നിട്ട് ഇതില് വാര, മുഴം, കോല് ഇതിന്റെ ഇടയിൽ ഒരു ലെങ്ത്തും കൂടെ തന്നിട്ട് പറയും, ഇതിൽ ആരാണ് ഒറ്റപ്പെട്ടവൻ, ഒറ്റയാനെ കണ്ടുപിടിക്കാൻ, ഓട് വൺ ഔട്ട് എന്ന് ചോദിക്കും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൂടെ? അപ്പോൾ ഏതൊക്കെയാണ് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഏതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി പഠിച്ചു വെക്കുക അല്ലേ? ഈ വാര, മുഴം, കോലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്തായിരുന്നു? നമുക്ക് ആക്യുറസി കറക്റ്റ് കിട്ടൂല അല്ലെ? കൃത്യമായ ഒരളവ് നമുക്ക് കിട്ടൂലായിരുന്നു. അതായിരുന്നു അതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ് അല്ലെ? നമ്മൾ നീളം എല്ലാം അളക്കുന്നത് മീറ്ററിലാണ്, നമ്മൾ മീറ്ററിലാണ് പറയുന്നത്. അടുത്തത് ഒരു മീറ്റർ സ്കെയിൽ അല്ലേ? ഒരു മീറ്റർ സ്കെയിലിനെ നമുക്ക് എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം മക്കളെ? 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? എങ്ങനെയാ 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാ? അപ്പൊ 100 ഈക്വൽ പാർട്സിലും ഓരോ ഭാഗവും എത്ര ഉണ്ടാവും മക്കളെ? 1 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? ഓരോ ഭാഗവും 1 സെന്റിമീറ്റർ ആണ്. അങ്ങനെ 100 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എത്ര ആയി? 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് അപ്പൊ എത്രയായിരിക്കും? 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്ററിനെ നമുക്ക് എത്ര ആയിട്ട് തിരിക്കാം? സ്കെയിൽ നോക്കിയിട്ട് വേഗം പറ. 1 സെന്റിമീറ്ററിനെ നമുക്ക് 10 തുല്യ ഭാഗമായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? സെന്റിമീറ്ററിന്റെ ഇടയിൽ ഓരോ കുഞ്ഞു കുഞ്ഞു വരയില്ലേ, അതാണ് മില്ലിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്ററിന്റെ ഉള്ളിൽ എത്ര മില്ലിമീറ്റേഴ്സ് ഉണ്ട്? 10 മില്ലിമീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്ററുകൾ കൂടിയതാണ് 1 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ? സെറ്റ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു തിക്നെസ് ഓഫ് ദ പേപ്പർ അല്ലെ? പേപ്പറിന്റെ കടലാസിന്റെ കനം എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയായിരുന്നു കടലാസിന്റെ കനം കണ്ടുപിടിക്കുക? എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? കുറച്ചധികം ഷീറ്റുകൾ എടുത്തു വെച്ചിട്ട് അതിന്റെ ഹൈറ്റ് അളന്നു കഴിഞ്ഞ് എത്ര ഷീറ്റുകൾ വെച്ചു എന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കടലാസിന്റെ കനം കിട്ടും. തിക്നെസ് ഓഫ് ദ പേപ്പർ കിട്ടും അല്ലേ? ഹൈറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷീറ്റ്. ദെൻ കർവ്ഡ് ലൈനിന്റെ ലെങ്ത് എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ മക്കൾ അതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കണം കേട്ടോ. പിന്നെ ഡയമീറ്റർ, സ്പിയറിന്റെ ഡയമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതും നമ്മളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്കൊന്ന് വായിച്ച് പഠിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണ്ടേ? പിന്നെ നമ്മൾ പഠിച്ചു ലെങ്ത്തിന്റെ സ്മോളർ യൂണിറ്റ്സും ബിഗ്ഗർ യൂണിറ്റ്സും ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ? പഠിച്ചില്ലായിരുന്നോ? നമ്മൾ ലെങ്ത് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഏതായിരിക്കും? നാനോമീറ്റർ അല്ലേ? ഏതാണ്? നാനോമീറ്റർ ആണ് അല്ലേ? നാനോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നാനോമീറ്ററിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം കൂടിയ ആളാരാണ്? മൈക്രോമീറ്റർ. പിന്നെയോ? പിന്നെ മില്ലിമീറ്റർ. പിന്നെ ഏതാണ്? സെന്റിമീറ്റർ. സ്മോളർ യൂണിറ്റിൽ ഏറ്റവും വലിയ ആളാരാണ്? സ്മോളർ യൂണിറ്റിൽ ഏറ്റവും വലിയ ആളാരാണ്? സെന്റിമീറ്റർ ആണ് അല്ലേ? സെന്റിമീറ്ററിനേക്കാളും കുറവ് ആരാണ്? മില്ലിമീറ്റർ. മില്ലിമീറ്റർ, പിന്നെ മൈക്രോമീറ്റർ, പിന്നെ നാനോമീറ്റർ. നാനോമീറ്റർ ആണ് ഏറ്റവും ചെറിയവൻ. ദെൻ ബിഗ്ഗർ യൂണിറ്റ്സോ? പൊതുവേ നമ്മൾ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നത് കിലോമീറ്ററിലാണ് പറയുന്നത് അല്ലേ? കിലോമീറ്റർ ദൂരം ആണ് നമ്മൾ പറയാറ്. ദെൻ കിലോമീറ്ററിനേക്കാളും കുറച്ചും കൂടെ വലുത് ഏതാണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലേ? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU എന്ന് പറയും. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്രയാണ് മക്കളെ? 15 കോടി കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്രയായിരിക്കും? 4 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്ര കിലോമീറ്റർ ആയിരിക്കും? ഒന്ന് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്തേ. ദെൻ ലൈറ്റ് ഇയർ. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ്? 9.46 into 10⁻12 കിലോമീറ്റർ ആണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഈ പാരലിറ്റിക് സെക്കൻഡ് എത്രയാണെന്നും കൂടി ഒന്ന് പറഞ്ഞേ. ഞാനിവിടെ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് പഠിച്ച് വെക്കുക.
പിന്നെ നമ്മൾ പഠിച്ചു മാസ് അല്ലെ. മാസിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? മാസിന്റെ ബേസിക് യൂണിറ്റ് കിലോഗ്രാം അല്ലെ. മാസ് നമ്മൾ പൊതുവെ പറയാൻ ഉപയോഗിക്കുന്നത് കിലോഗ്രാമിലാണ്. ദെൻ കിലോഗ്രാമിന് തൊട്ട് താഴെ ആരാണ്? കിലോഗ്രാമിനേക്കാൾ കുറവ് ആരാണ്? മില്ലിഗ്രാം അല്ലെ, മില്ലിഗ്രാം. ദെൻ അതിലും താഴെ ആരാണ്? ഗ്രാം അല്ലെ. അപ്പൊ ഗ്രാം ആയിരിക്കും ഏറ്റവും ചെറുത്. അപ്പൊ 1 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോയാണെന്നും അതേപോലെ തന്നെ 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് കിലോയിലേക്ക് ആക്കുമ്പോൾ എത്രയാകും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. 1 വേർഡ് ചോദിക്കാം. പിന്നെ ഒരു കിൻഡിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിൻഡിൽ എത്രയാണ്? 100 കിലോയാണ് 1 കിൻഡിൽ എന്ന് പറയുന്നത്. എത്രയാണ്? 100 കിലോഗ്രാം. 100 കിലോഗ്രാം ആണ് 1 കിൻഡിൽ. അങ്ങനെയാണെങ്കിൽ 1 ടൺ എത്രയാണ്? 1000 കിലോഗ്രാം ആണ് 1 ടൺ എന്ന് പറയുന്നത്. 1000 കിലോഗ്രാം ആണ് 1 ടൺ അല്ലേ? പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ പിന്നെ നമ്മൾ പഠിച്ചതാണ് ടൈം. ടൈമിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. നമ്മൾ ടൈം പൊതുവേ പറയാൻ ഉപയോഗിക്കുന്നത് സെക്കൻഡ്സിലാണ്. പിന്നെ നമ്മൾ പഠിച്ചിരിക്കണം സോളാർ ഡേ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്താണ് സോളാർ ഡേ? സോളാർ ഡേ ഇസ് ദ ടൈം പീരീഡ് ഫ്രം 1 noon ടു ദ നെക്സ്റ്റ് noon അല്ലെ. ഇന്ന് ഉച്ച മുതൽ നാളെ ഉച്ച വരെയുള്ള ടൈം പീരീഡിനെയാണ് നമ്മൾ 1 സോളാർ ഡേ എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്താണെന്നുള്ളത് അല്ലെ. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്താണെന്നും ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിനെ നമ്മൾ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നും പറയും. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സും. അപ്പൊ ഇവിടെ ടീച്ചർ ഓരോ അടിസ്ഥാന അളവുകളും അവയുടെ SI യൂണിറ്റുകളും തന്നിട്ടുണ്ട്. ലെങ്ത്തിന്റെ എത്രയാണ്? ലെങ്തിനെ നമ്മൾ അതിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? മീറ്ററിലാണ്. SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. പ്രതീകം എന്താണ്? സ്മോൾ ലെറ്റർ M ആണ്. അതേപോലെ തന്നെ മാസിന്റെ എന്താണ്? കിലോഗ്രാം ആണ്. നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സ്മോൾ ലെറ്റർ Kയും Gയുമാണ്. അങ്ങനെ ഈ ടേബിളിൽ തന്നിരിക്കുന്നത് എല്ലാം എന്താണെങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പ്രതീകങ്ങൾ തെറ്റിച്ച് തന്നിട്ട് ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിക്കാം ഇല്ലേ? ഏതാണെന്ന് ശരിയെന്ന് ചോദിക്കാം. അപ്പൊ ശരിയായിട്ടുള്ളത് തന്നെ എടുത്ത് എഴുതണമെങ്കിൽ ഇത് കറക്റ്റ് പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ഡിറൈവ്ഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ വ്യുൽപ്പന്ന യൂണിറ്റ്സുകൾ അല്ലെ. നമ്മൾ അടിസ്ഥാന അളവുകളെ ആശ്രയിച്ചോ അല്ലെങ്കിൽ അടിസ്ഥാന അളവുകളെ ഉപയോഗിച്ച് പ്രസ്താവിക്കേണ്ടതോ ആയ യൂണിറ്റുകൾ, അളവുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ വ്യുൽപ്പന്ന യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത് അല്ലെ. ഏതൊക്കെയാണ് വ്യുൽപ്പന്ന യൂണിറ്റ്സുകൾ? ഏരിയ, വോളിയം, ഡെൻസിറ്റി, ഫോഴ്സ്, പ്രഷർ ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്? വ്യുൽപ്പന്ന അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു ദ ഏരിയ ഓഫ് എ ലീഫ്. എങ്ങനെയായിരിക്കും ലീഫിന്റെ ഏരിയ കണ്ടുപിടിക്കുക? സിമ്പിൾ, നമുക്കറിയാം അല്ലെ. ഗ്രാഫ് പേപ്പറിൽ ലീഫ് വെച്ച് അതിന് മുകളിൽ കൂടെ ആ ലീഫിന്റെ അടയാളം ഒന്ന് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഗ്രാഫ് പേപ്പറിൽ എത്ര സ്ക്വയറുകൾ ഉണ്ട്, കംപ്ലീറ്റ് സ്ക്വയർ എത്ര എണ്ണം ഉണ്ട്, പകുതിയായത് അല്ലെങ്കിൽ പകുതിയിൽ കൂടുതലുള്ള സ്ക്വയേഴ്സ് എത്രയുണ്ടെന്ന് നോക്കുക. എന്നിട്ട് ഇവയുടെ രണ്ടിനെ എണ്ണം കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ലീഫ്, ഇലയുടെ പരപ്പളവ് കിട്ടൂലേ? കിട്ടും. അതെന്തായാലും പഠിച്ചു വെക്കണം. അങ്ങാനും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടേബിൾ അടക്കം എഴുതണം കേട്ടോ. ഈ ടേബിൾ അടക്കം എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് ഏരിയ ഓഫ് ദ ലീഫ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ അടുത്തതാണ് ഡെൻസിറ്റി, വോളിയം, സാന്ദ്രതയും വ്യാപ്തവും അല്ലെ. സാന്ദ്രതയും വ്യാപ്തവും. എന്താണ് ഡെൻസിറ്റി അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്? ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണോ? ഇതൊരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് അല്ലെ. ഡെൻസിറ്റി എന്ന് പറയുന്നതും വോളിയം എന്ന് പറയുന്നതും ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. റൂൾസ് ടു ബി ഫോളോഡ് വൈൽ റൈറ്റിംഗ് യൂണിറ്റ്സ് അല്ലെ. യൂണിറ്റ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഒരു 10 പോയിന്റ്സ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെയുണ്ട് അല്ലെ. 10 പോയിന്റ്സ് ടെക്സ്റ്റിൽ തന്നെയുണ്ട്. അപ്പൊ അതിലൊരു 5 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് പ്രതീകങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? സ്മോൾ ലെറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ പ്രതീകങ്ങൾ എല്ലാം തന്നെ എഴുതുന്നത്. മീറ്റർ ആണെങ്കിൽ M എന്ന സ്മോൾ ലെറ്ററും കിലോഗ്രാം ആണെങ്കിൽ kg സ്മോൾ ലെറ്റർ, Kയും Gയും സ്മോൾ ലെറ്റർ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് S എന്ന് സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നത്. പിന്നെ ചില കേസിൽ ചില അളവുകളുടെ യൂണിറ്റുകൾ എഴുതുമ്പോൾ മാത്രം എന്താണ് നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണ്? ചില വ്യക്തികളുടെ പേരിൽ നിന്നും ഉടലെടുത്ത യൂണിറ്റുകൾക്ക് മാത്രമാണ് നമ്മൾ അങ്ങനെ എന്താണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് പ്രതീകങ്ങളായിട്ട് ഉപയോഗിക്കുന്നതുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് ദ വോൾട്ട്, അതേപോലെ തന്നെ പാസ്കൽ, P ക്യാപിറ്റൽ ലെറ്റർ ആണ്, ഇവിടെ വോൾട്ടിന് Vയും ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതേപോലെ തന്നെ ന്യൂട്ടൺ, ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് എന്ത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് ന്യൂട്ടൺ എന്ന് ഐസക് ന്യൂട്ടന്റെ പേരിൽ നിന്നാണ് ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ N നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതും ക്യാപിറ്റൽ ലെറ്ററിലാണ്. ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഏതൊക്കെയാണ്? നമ്മളിപ്പോ പറഞ്ഞ പോലെ കെൽവിൻ എന്ന് നമ്മൾ പേരായിട്ട് എഴുതുവാണെങ്കിൽ, കെൽവിൻ എന്ന് ഫുൾ ആയിട്ട് എഴുതുവാണെങ്കിൽ അതിന്റെ K എങ്ങനെയായിരിക്കണം?
സ്മോൾ ലെറ്റർ ആയിരിക്കണം. കെൽവിന്റെ കെ സ്മോൾ ലെറ്റർ ആയിരിക്കണം. പിന്നെ നമ്മൾ ഒരളവിന്റെ കൂടെ കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റും കൂടി എഴുതുമ്പോൾ കെ ജി എന്നുള്ളത് ഇങ്ങനെ ഒരുമിച്ച് എഴുതാതെ ഇത് രീതിക്ക് കുറച്ച് അകലത്തിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ 10 കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ 5 എണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചാപ്റ്റർ മോഷൻ അല്ലെങ്കിൽ ചലനമായിരുന്നു. അതിൽ നമുക്ക് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്താണെന്ന് പഠിക്കാനും സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്താണെന്ന് പഠിക്കാനും അതേപോലെ തന്നെ റെഫറൻസ് ബോഡി എന്താണെന്ന് പഠിക്കാനും ഉണ്ടായിരുന്നു. എന്താണ് റെഫറൻസ് ബോഡി എന്നും എന്താണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നും സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്നും മനസ്സിലാക്കി വെക്കുക. ചലനാവസ്ഥ എന്ത്, നിശ്ചലാവസ്ഥ എന്ത്, അതേപോലെ തന്നെ റെഫറൻസ് ബോഡി എന്താണെന്നും പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ റെഫറൻസ് ബോഡീനെ ബേസ് ചെയ്തിട്ട് ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണോ അല്ലെങ്കിൽ ചലനാവസ്ഥയിലാണോ എന്നുള്ളത് കണ്ടുപിടിക്കാനും പഠിച്ചു വെക്കുക. നമുക്ക് ടെക്സ്റ്റിൽ ഒരു കോളമായിട്ട് തന്നിട്ടുണ്ട് അല്ലേ, വിത്ത് റെഫറൻസ് ടു എന്ന് പറഞ്ഞ് തന്നിട്ട് നമുക്ക് ഓരോ കോളംസ് തന്നിട്ടുണ്ട്. അത് ചലനാവസ്ഥയിലാണോ ഒബ്ജക്റ്റ് നിശ്ചലാവസ്ഥയിലാണോ എന്നുള്ളത് ടിക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എന്താണ് റെഫറൻസ് ബോഡി അല്ലെങ്കിൽ എന്താണ് ചലനാവസ്ഥ നിശ്ചലാവസ്ഥയിലാണോ എന്നുള്ളത് കണ്ടുപിടിക്കാനും പഠിച്ച് വെക്കുക. പിന്നെ നമ്മൾ പഠിക്കാനുള്ളതായിരുന്നു ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തായാലും അറിഞ്ഞിരിക്കണം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സഞ്ചരിച്ച ആകെ ദൂരമാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള ഒരു നേർരേഖ ദൂരത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കണം. ഇവിടെ നിങ്ങൾക്ക് ഇതൊന്നും സ്റ്റേറ്റ് ചെയ്യാനായിരിക്കില്ല വരിക, പകരം നിങ്ങൾ കണ്ടുപിടിക്കാനായിരിക്കും അല്ലെ. നമ്മൾ കണക്ക് ചെയ്യുന്നത് പോലെ ചെയ്ത് കണ്ടുപിടിക്കാനാണ് ഈ പാഠത്തിൽ അധികമായിട്ട് വരിക. അപ്പൊ ചെയ്ത് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. സദിശ അളവുകളും അദിശ അളവുകളും. എന്താണ് സദിശ അളവ്, എന്താണ് അദിശ അളവുകൾ എന്നുള്ളത് പഠിച്ചു വെക്കുക. വെക്ടർ ക്വാണ്ടിറ്റി മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളതിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അല്ലെ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ പരിമാണവും ദിശയും ഉള്ളതിനെ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയും. പരിമാണം മാത്രമുള്ള അളവുകളെ നമ്മൾ എന്തെന്ന് പറയും, സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുന്നത്. സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്നും പറയും. സ്കാലാർ ക്വാണ്ടിറ്റീസിനും വെക്ടർ ക്വാണ്ടിറ്റീസിനുള്ള എക്സാമ്പിൾസ് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഫോഴ്സ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ആക്സിലറേഷൻ മൊമെന്റം ഇതൊക്കെ ഏതെല്ലാം വരുന്നത്, വെക്ടർ ക്വാണ്ടിറ്റീസിലാണ് വരുന്നത്. അതുപോലെ തന്നെ സ്കാലാർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾ ആണ് ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്, ടെമ്പറേച്ചർ, എനർജി. അതായത് ഇവയ്ക്കൊക്കെ എന്ത് മാത്രമേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതായത് പരിമാണം മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അങ്ങനെയുള്ള ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അളവുകളെയാണ് നമ്മൾ സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ പഠിക്കാനുള്ളതായിരുന്നു സ്പീഡും വെലോസിറ്റി. എന്താണ് സ്പീഡ് എന്നും എന്താണ് വെലോസിറ്റി എന്നും മനസ്സിലാക്കി വെക്കും. സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാമെന്നും ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിക്കുക. സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് സ്പീഡ് അല്ലേ. ദെൻ വെലോസിറ്റിയോ അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് എങ്ങനെയാണ്, ആവറേജ് സ്പീഡ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ദ ഡിസ്റ്റൻസ് ആണ് അല്ലേ. സെറ്റ് അല്ലേ. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ചെയ്ത് പഠിക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റിയും. എന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നോക്കി കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. യൂണിഫോം വെലോസിറ്റിക്കും നോൺ യൂണിഫോം വെലോസിറ്റിക്കുമുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു. ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് പ്രവേഗത്തിന്റെ മാറ്റത്തിനെയാണ്, നിരക്കാണ്. പ്രവേഗ മാറ്റത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ ത്വരണം എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സിലറേഷൻ. പ്രവേഗ മാറ്റം ഡിവൈഡഡ് ബൈ ടൈം ആണ് നമ്മൾ ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രവേഗ മാറ്റം എങ്ങനെ കണ്ടുപിടിക്കാം, ചേഞ്ചസ് ഇൻ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വെലോസിറ്റി. വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്. വി ഫൈനൽ വെലോസിറ്റി, യു ഇനീഷ്യൽ വെലോസിറ്റി അല്ലെ, ആദ്യ വെലോസിറ്റി ആണ്. ആദ്യ വെലോസിറ്റി എന്താണെന്നും അവസാന വെലോസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്നാലാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇതിനെ രണ്ടും കൂടെ മൈനസ് ചെയ്ത് ടൈം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ത്വരണം എത്രയാണെന്ന് കിട്ടും. ചെയ്ത് പഠിക്കുക കേട്ടോ. ചെയ്ത് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അധികവും നിങ്ങൾക്ക് ഉണ്ടാകുക ഈ ചാപ്റ്ററിൽ നിന്നും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതായിരുന്നു റിട്ടാർഡേഷൻ അല്ലെ, മന്ദീകരണം. അതായത് ആക്സിലറേഷന്റെ ഓപ്പോസിറ്റ് ആണ് മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നതായിരുന്നു. റോഡ് അപകടങ്ങളൊക്കെ
വരുമ്പോൾ എന്തൊക്കെ പ്രിക്വേഷൻസ് നമ്മൾ എടുക്കണം എന്നുള്ളത് ഇല്ലേ, ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നടപ്പാതയിലൂടെ നടക്കണം, ഫുട്പാത്തിൽ കൂടെ നടക്കണം, റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം, സീബ്ര ലൈനിൽ കൂടെ തന്നെ ക്രോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു 5-6 പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ അത് സ്വന്തമായിട്ട് നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റൂലേ, എഴുതാൻ പറ്റുന്നവര് അങ്ങനെ എഴുതുക. ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠമായിരുന്നു മൂന്നാമത്തത് ഫോഴ്സ് എന്ന് പറയുന്ന പാഠം. ഏതൊക്കെ തരത്തിലുള്ള ബലങ്ങൾ നമുക്ക് ഇവിടെ പഠിച്ചു നമ്മള്? മസ്കുലർ ഫോഴ്സ് അല്ലെങ്കിൽ പേശി ബലം, പിന്നെയോ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കാന്തിക ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വൈദ്യുത ബലം, പിന്നെയോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗുരുത്വാകർഷണ ബലം, മെക്കാനിക്കൽ ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലം, പിന്നെയോ കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് അല്ലെ. എന്താണ് കോണ്ടാക്ട് ഫോഴ്സ്? സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും അല്ലെ. എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം. ഇതൊക്കെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ തരിക, ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും തരിക, ആൻഡ് മാഗ്നറ്റ് അട്രാക്ട് നെയിൽസ് അല്ലെ. എന്ത്? കാന്തം ഒരു ഇരുമ്പിനെ അട്രാക്ട് ചെയ്യുന്നു. ഇത് ഏത് തരത്തിലുള്ള ഫോഴ്സ് ആണ്, ഏത് തരത്തിലുള്ള ബലമാണ്? ഏതാണ്? കാന്തിക ബലം അല്ലെ, മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അങ്ങനെ വൺ വേർഡിനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചു ഫ്രിക്ഷൻ എന്താണെന്നല്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് കാര്യമാണ് ഫ്രിക്ഷൻ എവിടെയാണ് ബെനിഫിഷ്യൽ ആകുന്നത്, എവിടെയാണ് നോൺ ബെനിഫിഷ്യൽ ആകുന്നത് അല്ലെ. ഫ്രിക്ഷൻ ഉപകാരപ്രദമാകുന്ന സാഹചര്യങ്ങളും ഫ്രിക്ഷൻ ദോഷകരമാകുന്ന സാഹചര്യങ്ങളും ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എങ്ങനെ ഫ്രിക്ഷൻ കുറയ്ക്കാം എന്നുള്ളതാണ് അല്ലെ. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഒന്ന് സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഘർഷണം കുറയ്ക്കാൻ വേണ്ടി പറ്റും. ലൂബ്രിക്കൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓയില്, ഗ്രീസ് പോലുള്ള സാധനങ്ങളാണ് ലൂബ്രിക്കൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സോളിഡ് ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകം അല്ലെങ്കിൽ ലൂബ്രിക്കന്റ് ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. പിന്നെയാണ് സ്ട്രീം ലൈനിങ് എന്ന് പറയും, ധാരാരഹിതമാക്കൽ. അതായത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ചില ഒബ്ജക്റ്റുകളുടെ ഷേപ്പിൽ തന്നെ വരുത്തുന്ന മാറ്റത്തിനെയാണ് നമ്മൾ ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നത്. അങ്ങനെ ധാരാരഹിതമാക്കുന്നതാണ് നമ്മളെ ഷിപ്പ് അല്ലെങ്കിൽ ബോട്ട്, പിന്നെ എയറോപ്ലെയിൻ എന്നുള്ളതിന്റെയൊക്കെ ഷേപ്പ് ഇത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി സ്ട്രീം ലൈനിങ് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിന്റെയൊക്കെ ഷേപ്പിന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. പിന്നെയാണ് നമുക്ക് പിന്നെ എങ്ങനെയാണ് ഫ്രിക്ഷൻ കുറയ്ക്കുന്നത്? പോളിഷ് ചെയ്ത് കഴിഞ്ഞാലും ഫ്രിക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും ഭാഗങ്ങളാണ് നന്നായി പഠിച്ചിരിക്കേണ്ടത്. കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്നും നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്നും പഠിച്ചിരിക്കണം. കോണ്ടാക്ട് ഫോഴ്സിന്റെ നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെ എക്സാമ്പിൾസ് പഠിച്ചിരിക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫ്രിക്ഷൻ ബെനിഫിഷ്യൽ ആകുന്നതും ഫ്രിക്ഷൻ നോൺ ബെനിഫിഷ്യൽ ആകുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കണം. അപ്പൊ മക്കൾ നല്ല സെറ്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതിയിട്ട് വാ. ഓൾ ദ വെരി ബെസ്റ്റ് ട്ടോ.